നമസ്കാരം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 284 ഉയർന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. നിലമ്പൂർ 139, മേപ്പാടി CHC 132, വിംസ് 12, വൈത്തിരി 1, ബത്തേരി 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇന്നത്തെ തെരച്ചിൽ യന്ത്ര സഹായത്തോടെയാണ് നടക്കുന്നത്. ബെയിലി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇത് പൂർത്തിയാകുന്നതോടെ രക്ഷാദൗത്യത്തിന് കൂടുതൽ വേഗം കൈവരിക്കും. ദുരന്തമുഖത്തെ മലയാളിയുടെ ഒരുമയും ചേർത്ത് പിടിക്കലും ഒരിക്കൽ കൂടി വെളിവാകുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളം ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായിട്ടും രക്ഷാപ്രവർത്തനത്തിനും ക്യാമ്പിലെ സേവനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന നിരവധി പേരാണുള്ളത്. വയനാടിനെയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെയും ചേർത്ത് പിടിക്കാനും സഹായം വാഗ്ദാനം ചെയ്തുമുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെ എല്ലാവരുടെയും കണ്ണിലുടക്കിയത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന പറഞ്ഞുള്ള ഒരു കമന്റ് ആയിരുന്നു. ഞങ്ങൾ ഇടുക്കിയിലാണെങ്കിലും വയനാട്ടിൽ വന്ന് കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും എന്റെ കുടുംബവും തയ്യാറാണ്. ഞങ്ങൾക്കുമുണ്ട് കുഞ്ഞുമക്കൾ എന്നായിരുന്നു സജിൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കമന്റ്. എന്നാൽ കമന്റ് ഇടുക മാത്രമല്ല, ഇന്നലെ രാത്രിയിൽ തന്നെ ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് സജിനും കുടുംബവും യാത്ര തിരിക്കുകയും ചെയ്തു. കമന്റിനൊപ്പം സജിൻ തന്റെ മൊബൈൽ നമ്പറും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ വയനാട്ടിൽ നിന്ന് വിളിച്ചിരുന്നുവെന്നും വേഗം എത്താനാണ് ആവശ്യപ്പെട്ടതെന്നും സജിൻ പറഞ്ഞു. 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് സജിനും ഭാര്യയും യാത്ര തിരിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഫേക്ക് ആണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഞങ്ങൾ രാത്രി തന്നെ പുറപ്പെട്ടു. ഇന്ന് രാവിലെയോടെ പുറപ്പെടാം എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ 2 തവണ ഫോൺ വന്നപ്പോൾ ഇന്നലെ രാത്രി 11 മണിയോടെ തന്നെ പുറപ്പെടുകയായിരുന്നുവെന്നും ദുരിതബാധിതരെ സാമ്പത്തികമായി സഹായിക്കാനുള്ള മാർഗമില്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്നും സജിൻ വ്യക്തമാക്കി. വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയ്ക്ക് അങ്ങനെ ചെയ്യാമെന്ന് തോന്നി. അത് എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ കമന്റ് ഇട്ടതാണ് എന്ന് സജിൻ പറയുന്നു. തങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഇപ്പോൾ ഇതേ ഉള്ളൂ എന്നും സജിൻ വ്യക്തമാക്കുന്നു. ഒരു മകളും മകനുമാണ് സജിനും ഭാവനയ്ക്കുമുള്ളത്. മകന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഭാവന ജന്മം നൽകിയത്. മകൾക്ക് 4 വയസ്സാണ് പ്രായം. പിക്കപ്പ് ഡ്രൈവറായ സജിൻ ഇതേ പിക്കപ്പിലാണ് കുടുംബത്തോടൊപ്പം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വേറെ വാഹനത്തിൽ പോകാമെന്ന് കരുതിയാൽ സാമ്പത്തിക ചെലവ് കൂടുമെന്നും ഇതാകുമ്പോൾ ഡീസൽ അടിച്ചാൽ മതിയല്ലോ എന്നും സജിൻ വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസ് ഉപ്പുതുറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജിൻ. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.